നമസ്കാരം. ഡിജിറ്റൽ ലോകത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. മാൻ പവർ മാറി എന്തിനും ഏതിനും ഡിജിറ്റലിനെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ യുഗത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. AI വരവും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പല വാക്കുകളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം എന്തെന്ന് അത് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേർക്കും അറിയില്ലായിരിക്കും. പല ആവശ്യങ്ങൾക്കായി എല്ലാ ദിവസവും നാം ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോമുകളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. പരീക്ഷകളിൽ പോലും ചോദിക്കാൻ സാധ്യതയുള്ള നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞക്ഷരങ്ങളിലെ വലിയ അർത്ഥങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നാം ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈലിലെ മെസ്സേജ് ഇൻബോക്സിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നതുമായ ഐറ്റമാണ് OTP. വൺ ടൈം പാസ്വേഡ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം വരുന്നത്. ഇതിൽ രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ മലയാളത്തിലെ ഒറ്റത്തവണ പാസ്വേഡ് ലഘൂകരിച്ചാലും OTP എന്നേ വരികയുള്ളൂ. നാം ATM ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് പിൻ നമ്പർ എന്നത്. PIN എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാകുന്നു. ഗൂഗിൾ പേയും ഫോൺ പേയും ഉപയോഗിക്കാത്തവർ ചുരുക്കമാണിപ്പോൾ. അവിടെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് QR കോഡ് എന്നത്. പണ്ട് മുതലേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലും ഇപ്പോഴാണ് ജനകീയമായി തുടങ്ങിയത്. ക്വിക്ക് റെസ്പോൺസ് എന്നാണ് QR കോഡ് കൊണ്ടുള്ള പൂർണ്ണ രൂപം വരുന്നത്. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ സജീവമായപ്പോൾ അന്യം നിന്ന് പോയ ഒരു ഐറ്റമാണ് SMS എന്നത്. ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം വരുന്നത്. SMS എന്ന പോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും MMS, മൾട്ടിമീഡിയ മെസ്സേജ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം വരുന്നത്. ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിൽ ആദ്യം തന്നെ തിരഞ്ഞെടുക്കുന്നത് വൈഫൈ ഓപ്ഷനുകളാണ് നമ്മൾ. എന്നാൽ എന്താണ് വൈഫൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും അറിയില്ലായിരിക്കും. വയർലെസ് ഫിഡലിറ്റിയുടെ ഷോർട്ട് ഫോമാണ് വൈഫൈ. വാട്സാപ്പിൽ ഗിഫ് അല്ലെങ്കിൽ ജിഫ് ഒക്കെ ഉപയോഗിച്ച് പ്രതികരിക്കുന്നവരാണ് നമ്മൾ അധികവും. ഗ്രാഫിക് ഇൻ്റർചേഞ്ച് ഫോർമാറ്റിൻ്റെ ചുരുക്കപ്പേരിനെയാണ് നമ്മൾ ഗിഫ് എന്നും ജിഫ് എന്നുമൊക്കെ വിളിക്കുന്നത്. പുതിയ ഒരു വഴി തേടുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് മസ്റ്റാണ്. അതിലൂടെയാണ് GPS എന്ന വാക്ക് കൂടുതലായി കേട്ടു തുടങ്ങിയത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് നമ്മൾ എളുപ്പത്തിൽ വിളിക്കുന്ന GPS-ന്റെ പൂർണ്ണ രൂപം വരുന്നത്. സർട്ടിഫിക്കേഷനുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാങ്ക് ഇടപാടുകൾക്കോ പോകുമ്പോൾ സാധാരണയായി നമ്മൾ കേൾക്കാറുള്ള വാക്കാണ് KYC എന്നത്. നോ യുവർ കസ്റ്റമർ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്. ഫോട്ടോയായാലും വീഡിയോയായാലും PDF ആയി അയച്ചു തരണേ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ത് എന്ന് നിങ്ങൾക്കറിയുമോ? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റിൻ്റെ ചുരുക്കമാണ് PDF. ഇതുപോലെ തന്നെ സമാനമായതാണ് PNGയും JPEGും. ഇതിനെ യഥാക്രമം പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നും ജോയിന്റ് ഫോട്ടോഗ്രാഫിക്സ് എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്നും ഫുൾ ഫോമിൽ അറിയപ്പെടുന്നുണ്ട്. വാട്സപ്പിലോ ജിമെയിലിലോ ഒരുപാട് കൈമാറി നമ്മളിലേക്ക് എത്തുന്നതാണ് URLകൾ. ഇത് ഓപ്പൺ ആക്കുകയോ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ നാം ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റിലോ മറ്റോ എത്തിപ്പെടാറുണ്ട്. URLന്റെ പൂർണ്ണ രൂപം വരുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. പാൻ കാർഡ് ഉപയോഗിക്കുന്ന പലർക്കും അറിയില്ല അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്ന്. പെർമനന്റ് അഡ്രസ് നമ്പർ എന്നാണ് അത് വരുന്നത്. ഇത്തരത്തിൽ നിരവധി ഷോർട്ട് ഫോമുകളിലൂടെയാണ് നമ്മുടെ ഓരോ ദിനവും കടന്നു പോകുന്നത്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില വാക്കുകളുടെ പൂർണ്ണരൂപം മാത്രമാണ് നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരം കൗതുകങ്ങൾ അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കുമെല്ലാം ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക.